മലയാള പാചകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ സോസാണ്. അതിനുവേണ്ട ചേരുവകൾ: തക്കാളി 1 കിലോ, ഒരു സവാളയുടെ പകുതി ചെറുതാക്കി എരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെറുതാക്കി എരിഞ്ഞെടുത്ത തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മറ്റുള്ള ചേരുവകളെല്ലാം ചേർത്ത് അതിൽ പഞ്ചസാരയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒഴികെ ബാക്കിയെല്ലാം ചേരുവകൾ ഒരുമിച്ച് ചേർത്ത് ഒരു കിഴിയാക്കി കെട്ടിയെടുക്കാം. ഇത് വെളുത്ത സവാളയാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ചുവന്നത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഞാനത് വെളുത്ത് ഉപയോഗിച്ചെന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ വളരെ കുറച്ചിടണം. ഇനി വളരെ കുറവ് കിടന്നാണ് ഇത് വേവേണ്ടത്, അതിൻ്റെ വെള്ളം വറ്റേണ്ടത്. ഈ പേസ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ കിഴി നടുക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് കുതിർത്തിയിടാതെ ഇതിൽ തിള വന്നു തുടങ്ങുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് ഇടയ്ക്ക് സ്പൂൺ വെച്ച് ഈ കിഴി ഒന്ന് അമർത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മളിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാനുണ്ടായിരുന്നു, അതിപ്പോൾ ചേർത്ത് ഇളക്കി ഇട്ടിരിക്കുകയാണ്. ഇത് വെള്ളം വറ്റുക എന്നുള്ള ഇത് മാത്രമേ ഇനിയുള്ളൂ. ആ കിഴിയിലെ സത്തൊന്ന് ഇറങ്ങി വരണം. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ, കിഴിയിലെ കിടക്കുന്ന സാധനം കുതിർന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് അമർത്തി കൊടുത്ത് അതിൻ്റെ സത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കിയെടുക്കണം. മെയിനായിട്ട് ഇനി അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ചേർക്കാനുള്ള പഞ്ചസാര അവസാനമാണ് ചേർക്കുന്നത്. ഇനി പുളി ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് അല്പം വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം വെള്ളം സോസിലൊട്ടും പാടില്ല. വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ സോസ് പെട്ടെന്ന് ചീത്തയാവും. 2-3 ദിവസത്തിനുള്ളിൽ ചീത്തയായിപ്പോവും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം വരണം. നല്ല പഴുത്ത തക്കാളി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് കുറച്ചുകൂടി നമുക്ക് പേസ്റ്റിനെ കുറച്ചുകൂടി നിറവും നല്ല രുചിയും കൂടും. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നുകൂടി മാറും, അല്പം കൂടി ഡാർക്കാവും. ഇതൊരു പാത്രത്തിലെടുത്ത് അടച്ചു വെച്ച് 2 ദിവസത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി മുഴുവനായിട്ട് അതിൽ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി സോസിലേക്ക് പിടിക്കാൻ വേണ്ടി, പേസ്റ്റിലേക്ക്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കുട്ടികൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന സോസാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇന്ന് ഏറ്റവും അധികം കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ ഒന്നാണ് ഈ സോസ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കണം. കാരണം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മായമൊന്നും ഇല്ലാത്തൊരു സോസ് തന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം. നമ്മുടെ സോസ് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കിഴി ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നാണ്. ആ പിഴിഞ്ഞ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ കുറുകി വന്ന പാകം ആണ് നമ്മുടെ സോസിൻ്റെ പാകം. അത് എടുക്കുന്ന സമയം 10 മിനിറ്റ് താഴെയാണ്. പ്രത്യേകം ഞാൻ പറയുന്നു, 10 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം കഴിഞ്ഞിരിക്കും. വേവിച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം വറ്റുന്നുണ്ട്, പിന്നെ ഇതിൽ ഒഴിച്ച് ബാക്കിയുള്ള വെള്ളം കൂടി ഉള്ളത് വറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കിഴി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് മാറ്റുക. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ആക്കുക. പഞ്ചസാര ഇടുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇട്ടാൽ മതി. ഇപ്പോൾ പഞ്ചസാരയുടെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് റോസ് ഷുഗറാണ്, അതുകൊണ്ടാണ് ആ കളർ. നിങ്ങൾ സാധാ പഞ്ചസാരയാണ് ഉപയോഗിച്ചാൽ മതി. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഒരു പാകമായി കിട്ടുന്നത്, അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റെസിപ്പി പറഞ്ഞ് പഠിപ്പിച്ച് തന്നത് ഞങ്ങളുടെ സൂസി മമ്മിയാണ്. അപ്പോൾ ആ മമ്മിക്ക് ഒരു താങ്ക്സ് പ്രത്യേകം പറയുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ കുട്ടികൾ മായം കലരാത്ത സോസ് കഴിക്കട്ടെ എല്ലാവരും.